ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. 2024 സെപ്റ്റംബർ മാസം മുതൽ ആരംഭിച്ച ഡൗൺ ട്രെൻഡ് അതിൻ്റെ ഭീകരമായ അവസ്ഥയിലെത്തിയത് 2025 മാർച്ച് മാസത്തിലായിരുന്നു. എന്നാൽ ഇതേ മാർച്ച് മാസത്തിലാണ് നമുക്ക് ആശ്വാസകരമായ രീതിയിലുള്ള ചെറിയ റാലികളും കാണാനാവുന്നത്. ഇപ്പോൾ സ്റ്റോക്കുകൾ പലതും അതിൻ്റെ ഹൈയിൽ നിന്ന് 20 മുതൽ 50% വരെ താഴോട്ടേക്ക് പോയി. അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളും അതിൻ്റെ അവസ്ഥയും ഇതേപോലൊക്കെ തന്നെയാണ്. പല മ്യൂച്വൽ ഫണ്ടുകളും നഷ്ടമാണ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയതെന്ന് കാണാൻ കഴിയും. ഇപ്പോൾ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ഫ്ലക്സി ക്യാപ്പ്, ഈ 4 ബ്രോഡ് മാർക്കറ്റ് ബേസ്ഡ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു സിംഗിൾ ഫണ്ട് പോലും കഴിഞ്ഞ 3 മാസം പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടില്ല എന്നുള്ളത് വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ 4 കാറ്റഗറിയിലുള്ള എല്ലാ ഫണ്ടുകളും നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ 4 ബ്രോഡ് മാർക്കറ്റ് കാറ്റഗറികളിലും നിലവിലെ ടോപ്പ് പെർഫോമിംഗ് ഫണ്ടുകളുടെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ഫ്ലക്സി ക്യാപ്പ്, ഈ ഓരോ കാറ്റഗറിയിലെയും 3 ഫണ്ടുകൾ വീതമാണ് നമ്മൾ ഈ ഒരു താരതമ്യ പഠനത്തിനായിട്ട് എടുക്കുന്നത്. ഇവിടെ വിവിധ കാറ്റഗറിയിലുള്ള ടോപ്പ് ഫണ്ടുകൾ എന്ന രീതിയിൽ തിരഞ്ഞെടുത്ത ഈ 12 ഫണ്ടുകളും ആക്റ്റീവ് ഫണ്ടുകളാണ്. ഇൻഡെക്സ് ഫണ്ടുകൾ അഥവാ പാസീവ് ഫണ്ടുകളെ ഈ ഒരു വിശകലനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ബെസ്റ്റ് പെർഫോമിംഗ് ഫണ്ടുകളെ താരതമ്യം ചെയ്യുന്നത് അതിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുമായിട്ടാണ്. അപ്പോൾ ഇൻഡെക്സ് ഫണ്ടുകൾ അതിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൻ്റെ അതേ റിട്ടേൺ തന്നെയാണ് നൽകുക. കാരണം അതൊരു പാസീവ് ഫണ്ടാണ്. അതുകൊണ്ട് പാസീവ് ഫണ്ടുകളെ അതിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുമായിട്ട് താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതുപോലെ സെക്ടോറൽ മ്യൂച്വൽ ഫണ്ടുകൾ, തീമാറ്റിക് മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയും ഈ ഒരു വിശകലനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ മിനിമം 5000 കോടി AUM ഉള്ളതും അതുപോലെ 5 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതുമായ മ്യൂച്വൽ ഫണ്ടുകളെ മാത്രമാണ് ഇവിടെ പരിഗണിച്ചത്. അപ്പോൾ ഓരോ കാറ്റഗറിയിലും കഴിഞ്ഞ 5 വർഷം നൽകിയ റിട്ടേണിൻ്റെ അടിസ്ഥാനത്തിൽ ടോപ്പ് 3 ഫണ്ടുകളെയാണ് ഓരോ കാറ്റഗറിയിൽ നിന്നും തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലാർജ് ക്യാപ്പ് ഫണ്ടിലേക്ക് വന്നാൽ, ലാർജ് ക്യാപ്പ് ഫണ്ട് ഫോളോ ചെയ്യുന്ന ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി 100 ഇൻഡെക്സ് ആണ്. നിഫ്റ്റി 100 ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ അതിൽ നിഫ്റ്റി 50യും നിഫ്റ്റി നെക്സ്റ്റ് 50യും ഉൾപ്പെടുന്ന ടോപ്പ് 100 കമ്പനികളുടെ ഇൻഡെക്സ് ആണ്. ഈ ഇൻഡെക്സ് കഴിഞ്ഞ 5 വർഷം നൽകിയ അബ്സല്യൂട്ട് റിട്ടേൺ എന്ന് പറയുന്നത് 210% ആണ്. ഇപ്പോൾ നിലവിൽ അതിൻ്റെ ഹൈയിൽ നിന്നും ഏകദേശം -12.5% ആണ് ഇത് താഴോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെ നമ്മൾ 3 ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ടോപ്പ് പെർഫോമിംഗ് ഫണ്ടായിട്ടുള്ള നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്പ് ഫണ്ട് കഴിഞ്ഞ 5 വർഷം 243% റിട്ടേൺ നൽകിയതാണ്. അത് ഇൻഡെക്സിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ ആണ്. ഇതിപ്പോൾ അതിൻ്റെ ഹൈയിൽ നിന്നും -9.9% ആണ് താഴ്ത്തു വന്നുള്ളത്. അതുപോലെ ICICI പ്രൊഡൻഷ്യൽ ബ്ലൂ ചിപ്പ് ഫണ്ട്, ഇത് മറ്റൊരു ലാർജ് ക്യാപ്പ് ഫണ്ടാണ്. ഇത് 225 ആണ് 5 വർഷം ആബ്സല്യൂട്ട് റിട്ടേൺ ഇത് നൽകിയിട്ടുള്ളത്. 225% ആണ്. ഇതിൻ്റെ ഹൈയിൽ നിന്നും ഏകദേശം -10% ആണ് ഇപ്പോൾ ഇത് താഴോട്ടേക്ക് വന്നിട്ടുള്ളത്. മറ്റൊരു ലാർജ് ക്യാപ്പ് ഫണ്ടായിട്ടുള്ള HDFC ലാർജ് ക്യാപ്പ് ഫണ്ട് കഴിഞ്ഞ 5 വർഷം 216% അബ്സല്യൂട്ട് റിട്ടേൺ ആണ് നൽകിയത്. അതിൻ്റെ ഹൈയിൽ നിന്നും ഇപ്പോൾ -11% ആണ് താഴ്ത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3 ഫണ്ടുകളും അതിൻ്റെ ബെഞ്ച് മാർക്കായിട്ടുള്ള ടോപ്പ് 100ൻ്റെ അതേ രീതിയിൽ താഴോട്ടേക്ക് വന്നിട്ടില്ല എന്ന് കാണാൻ കഴിയും. ഇതിൽ ഏറ്റവും നന്നായ പെർഫോമൻസ് കാണിച്ചിട്ടുള്ളത് നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്പ് ഫണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് 10% താഴെയാണ് അതിൻ്റെ ഫോള്. ഇൻഡെക്സിൻ്റെ ഫോള് -12% ആണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സെഗ്മെൻറ്റായ മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ, മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റിൻ്റെ മ്യൂച്വൽ ഫണ്ടുകൾ ഫോളോ ചെയ്യുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 ഇൻഡെക്സ് ആണ്. അത് കഴിഞ്ഞ 5 വർഷം നൽകിയ അബ്സല്യൂട്ട് റിട്ടേൺ എന്ന് പറയുന്നത് 361% ആണ്. അതിൻ്റെ ഹൈയിൽ നിന്നും ഇപ്പോഴത്തെ വാല്യൂമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ മിഡ് ക്യാപ്പ് 150 ഇൻഡെക്സിൻ്റെ പ്രൈസ് ഏകദേശം -14.71% താഴോട്ടേക്ക് വന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ഇൻഡെക്സുമായിട്ട് ടോപ്പ് പെർഫോമിംഗ് മിഡ് ക്യാപ്പ് ഫണ്ടുകളുടെ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ക്വാണ്ട് മിഡ് ക്യാപ്പ് ഫണ്ട് അതിൻ്റെ 5 ഇയേഴ്സിൻ്റെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 409% ആണ്. അതിൻ്റെ ഹൈയിൽ നിന്നും -18% ഇത് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ മോട്ടിലാൽ ഓസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ട് കഴിഞ്ഞ 5 വർഷം നൽകിയ അബ്സല്യൂട്ട് റിട്ടേൺ 358% ആണ്. അതിൻ്റെ ഹൈയിൽ നിന്നും 19% ഈ താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇനി എഡിൽവൈസ് മിഡ് ക്യാപ്പ് ഫണ്ട് നോക്കുകയാണെങ്കിൽ 357% ഒരു അബ്സല്യൂട്ട് റിട്ടേൺ ആണ് കഴിഞ്ഞ 5 വർഷം ഈ ഒരു ഫണ്ട് നൽകിയത്. ഇത് അതിൻ്റെ ഹൈയിൽ നിന്നും ഇപ്പോൾ 13% താഴോട്ടേക്ക് വന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു 3 ഫണ്ടുകളുടെയും പെർഫോമൻസ് നമ്മൾ നോക്കുമ്പോൾ എഡിൽവൈസ് മിഡ് ക്യാപ്പ് ഫണ്ടാണ് ഏറ്റവും കുറവ് താഴോട്ടേക്ക് വന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് 13% മാത്രമാണ്. അത് ഇൻഡെക്സിൽ താഴെയാണെന്ന് കാണാം. കാരണം ഇൻഡെക്സിൻ്റെ ഫോള് 14% ആണെങ്കിൽ ഇത് 13% കാണാം.
ഇനി സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ ഫോളോ ചെയ്യുന്ന ഇൻഡെക്സ് സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സ് ആണ്. ഇതിൻ്റെ 5 വർഷത്തെ അബ്സല്യൂട്ട് റിട്ടേൺ എന്ന് പറയുന്നത് 409% ആണ്. അതിൻ്റെ ഹൈയിൽ നിന്നും 18% താഴോട്ടേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഇൻഡെക്സുമായിട്ട് സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ക്വാണ്ട് സ്മോൾ ക്യാപ്പ് 692% റിട്ടേൺ നൽകിയ ഹൈലി പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ടാണ്. ഇത് അതിൻ്റെ ഹൈയിൽ നിന്ന് ഇപ്പോൾ 18% താഴോട്ടേക്ക് വന്നതായിട്ട് കാണാം. അതേപോലെ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ്പ് ഫണ്ട് 449% റിട്ടേൺ നൽകിയ ഫണ്ടാണ്. ഇത് അതിൻ്റെ ഹൈയിൽ നിന്നും 18% താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇതേപോലെ ബന്ധൻ സ്മോൾ ക്യാപ്പ് ഫണ്ട് 405% റിട്ടേൺ നൽകിയ ഫണ്ടാണ് കഴിഞ്ഞ 5 വർഷം. അത് അതിൻ്റെ ഹൈയിൽ നിന്ന് ഇപ്പോൾ 15% ആണ് താഴോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കമ്പാരറ്റീവ്ലി ബന്ധൻ സ്മോൾ ക്യാപ്പ് ഫണ്ടാണ് നന്നായിട്ട് പെർഫോം ചെയ്തത്. അത് ഇൻഡെക്സിനേക്കാൾ താഴെയാണ് ഫോള് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. -15% മാത്രമേ ഉള്ളൂ. ഇൻഡെക്സിൻ്റെ ഫോള് 18% ആണ്. അപ്പോൾ മറ്റ് 2 ഫണ്ടുകളും ഇൻഡെക്സിൻ്റെ അതേ രീതിയിലുള്ള ഒരു ഫോളാണ് കാണിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഫ്ലക്സി ക്യാപ്പ് ഫണ്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലക്സി ക്യാപ്പ് ഫണ്ടുകൾ ഫോളോ ചെയ്യുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി 500 ഇൻഡെക്സ് ആണ്. അതിൽ നിഫ്റ്റി ലാർജ് ക്യാപ്പ് ഉണ്ട്, സ്മോൾ ക്യാപ്പ് ഉണ്ട്, മിഡ് ക്യാപ്പ് ഉണ്ട്. ഇതിൻ്റെ മൊത്തത്തിലുള്ള ഇൻഡെക്സാണ് നിഫ്റ്റി 500 ഇൻഡെക്സ്. അതിൻ്റെ 5 വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 241% ആണ്. ഇപ്പോൾ നിലവിൽ അതിൻ്റെ ഹൈയിൽ നിന്നും -13% ആണ് നിഫ്റ്റി 500 ഇൻഡെക്സ് താഴ്ത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടോപ്പ് ഫണ്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാണ്ട് ഫ്ലക്സി ക്യാപ്പ് ഫണ്ട് കഴിഞ്ഞ 5 വർഷം നൽകിയ റിട്ടേൺ 411% ആണ്. അതിപ്പോൾ ഫോൾ ചെയ്തിട്ടുള്ളത് 18.7% ആണ് അതിൻ്റെ ഹൈയിൽ നിന്നും. ഇനി HDFC ഫ്ലക്സി ക്യാപ്പ് ഫണ്ട് നോക്കുകയാണെങ്കിൽ 371% റിട്ടേൺ ആണ് കഴിഞ്ഞ 5 വർഷം നൽകിയത്. അതിൻ്റെ ഹൈയിൽ നിന്നും 7.15% ആണ് അത് താഴോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇനി പരാഗ് പരീഖ് ഫ്ലക്സി ക്യാപ്പ് ഫണ്ട് നോക്കുകയാണെങ്കിൽ 286% റിട്ടേൺ ആണ് കഴിഞ്ഞ 5 വർഷം ഈ ഫണ്ട് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഹൈയിൽ നിന്നും 4.44% മാത്രമാണ് ഇത് താഴോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും പരാഗ് പരീഖ് ഫ്ലക്സി ക്യാപ്പ് ഫണ്ട് നന്നായിട്ട് പെർഫോം ചെയ്തതായിട്ട് ഇവിടെ കാണാൻ കഴിയും. അതിൻ്റെ ഫോൾ വെറും 4% മാത്രമാണ്. ഇൻഡെക്സിൻ്റെ ഫോൾ 13% ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ പ്രധാനപ്പെട്ട ലീഡിംഗ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു പെർഫോമൻസ് നിലവിലുള്ള മാർക്കറ്റ് കണ്ടീഷനിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഫണ്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുമായിട്ട് എത്രമാത്രം ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ പെർഫോമൻസ് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ നോക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഫണ്ട് സെലക്ട് ചെയ്യേണ്ടത്. കൂടാതെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പെർഫോമൻസും നോക്കേണ്ടതുണ്ട്. മിനിമം ഒരു 3 വർഷം മുതൽ 5 വർഷം വരെയുള്ള ഒരു ഹിസ്റ്ററിയെങ്കിലും ആ ഫണ്ടുകൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.